ഹലോ ഗൈസ്, ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ നമ്മളെങ്ങനെയാണ് വീഡിയോയുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. മാത്രമല്ല നമ്മൾ ക്യാൻവാസ് എന്ന പറഞ്ഞൊരു ഓൺലൈൻ സൈറ്റ് വഴി നമുക്ക് ഫേസ്ബുക്കിൻ്റെയോ യൂട്യൂബിൻ്റെയോ വീഡിയോക്ക് അനുസരിച്ച് നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ധാരാളം വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ തംബ്നെയിൽസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അറിയാത്തവർക്ക്, ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അധികം സമയമെടുക്കാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോയുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നായിരിക്കും. മിക്ക വീഡിയോസിൻ്റെ തംബ്നെയിൽ ഈ ഒരു സൈറ്റിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ പരിചയപ്പെടാം. ഇതാണ് ക്യാൻവാസിൻ്റെ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫോർ ഈ പ്രസൻറ്റേഷന് നിങ്ങൾക്ക് ഈ ക്യാൻവാസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ കറസ്പോണ്ടിങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇത് എല്ലാം ഫ്രീ ആയിരിക്കില്ല. ചില കാര്യങ്ങളൊക്കെ പെയ്ഡായിരിക്കും, ചില വീഡിയോസൊക്കെ പെയ്ഡായിരിക്കും. അപ്പോൾ അത് പ്രീമിയം ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളത് പൈസ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് ഈ ക്യാൻവാസിൽ. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് സൈൻ ഇൻ ചെയ്യാനായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇവിടെ ഞാൻ എൻ്റെ പ്രൊഫൈലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ തംബ്നെയിൽ ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനാണ് മുമ്പ് നേരത്തെ ചെയ്തിട്ടുള്ള തംബ്നെയിൽസൊക്കെയാണ്. ഇവിടെ ഓൾ യുവർ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ധാരാളം നിങ്ങളുടെ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തംബ്നെയിൽസൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു തംബ്നെയിൽസാണ്. ഒരുപാട് തംബ്നെയിൽസ് ഉണ്ട്. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ആർക്ക് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള അത്രയും വളരെ ഭംഗിയുള്ള തംബ്നെയിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ക്യാൻവാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇവിടെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ഫ്രീ ഫോട്ടോസ്, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കുറേ ഐക്കൺസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രോഡക്റ്റ്സ് പ്രിൻറ്റ് ചെയ്യാനായിട്ട്, പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ടീഷർട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു ക്യാൻവാസ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അതുപോലെ ഒരുപാട് ഡൗൺലോഡ്സ് ഉണ്ട്. പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ ആർട്ട്, അതൊക്കെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ബാനർ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മാർക്കറ്റിംഗ്, എഡ്യൂക്കേഷൻ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ തംബ്നെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞ് യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് തംബ്നെയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കണ്ടില്ലേ, ഒരുപാട് പ്രീമിയം ലുക്കുള്ള ധാരാളം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള തംബ്നെയിൽസ് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള തംബ്നെയിൽസ് മാത്രമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ്. ഇവിടെ വേറൊരു ടാബുണ്ട്, യുവർ ഡിസൈൻസ് എന്ന് പറഞ്ഞ ടാബ്. നേരെ നമ്മുടെ മുമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫ്രീ ആയിട്ടൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തംബ്നെയിൽ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തംബ്നെയിൽ സെലക്ട് ചെയ്തു. ഇതിന് കുറേ പേജസ് ഉണ്ട്, ഒന്നിലധികം പേജസ് ഉണ്ട്. അപ്പോൾ ചില പേജസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എനിക്ക് വീഡിയോക്ക് ആവശ്യമായ തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ വൺ സ്ക്രീന് തംബ്നെയിലൊക്കെ ആയിരിക്കും. ഒരുപാട് തംബ്നെയിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഒരു തംബ്നെയിൽ അവിടെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് തംബ്നെയിൽ കുറച്ച് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു തംബ്നെയിലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു തംബ്നെയിൽ ഞാൻ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തംബ്നെയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ ധാരാളം കൺട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സൂം ഇൻ, സൂം ഔട്ടൊക്കെ താഴെ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫുൾ സ്ക്രീനായിട്ട് കാണണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്.
അതുപോലെ തന്നെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ടെംപ്ലേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടെംപ്ലേറ്റ് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഇവിടെ ധാരാളം കൺട്രോൾസ് ഇവിടെ സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തെ ടെംപ്ലേറ്റ്സ് ആണ്. അത് ഓൾറെഡി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എലമെൻറ്റ്സ് ആണ്. നമുക്ക് എന്തെങ്കിലും എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ട്രയാങ്കിൾ ഷേപ്പ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ സ്റ്റിക്കേഴ്സ്, അതുപോലുള്ള ഇമേജസ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് എലമെൻറ്റ്സ്. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇൻബിൽട്ടായിട്ട് ഒത്തിരി ഫോട്ടോസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റൈൽസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇമോജീസ്, ഒത്തിരി പേര് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇമോജി. അപ്പോൾ ഇമോജിയൊക്കെ നമുക്ക് ചുമ്മാ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ഇമേജസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് മാനുവലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഇമേജസ് ഒക്കെയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിന് റിലേറ്റഡ് ആയിട്ടുള്ള ലോഗോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ അപ്ലോഡ് മീഡിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ഏത് ഇമേജസും നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് വായിക്കണോ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുകയാണ്. ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മുഴുവനും സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് സ്പേസ് അടിക്കുക. അതിൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതുകയാണ്, ANTARES ടെക് ബൈക്ക്ലൈൻ. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഫോണ്ട് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഏറ്റവും മുകളിലായിട്ട് സൈഡിലായിട്ട് ഇവിടെ ഫോണ്ട്, ഇവിടെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ധാരാളം ഫോണ്ട് ഇത് കണ്ടില്ലേ, ഒത്തിരി ഫോൺസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഫോണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ടെക്സ്റ്റ് മുഴുവനും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ടിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റ് മുഴുവനും സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോണ്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഫോണ്ട് ചേഞ്ച് ആയിരിക്കുന്നത്. പക്ഷേ ഇത് വലിപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ എത്രത്തോളം ചെറുതാക്കാം വലുതാക്കാം കാര്യങ്ങൾ ചെയ്യാം. അതല്ലാന്നെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ടെക്സ്റ്റിൻ്റെ സ്പേസിങ് വലിയൊരു പ്രോബ്ലമാണ്. നമുക്ക് സ്പേസ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ എഫക്ട്സിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്പേസിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെറ്ററിൻ്റെ സ്പേസൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇഷ്ടമുള്ള രീതിയിൽ സ്പേസിങ്, ലെറ്ററിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിങ് ഇതെല്ലാം നമുക്ക് കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് സ്പേസിങ് എല്ലാം കൂട്ടി കൊടുക്കാം. അപ്പോൾ സ്പേസിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. നമുക്കിത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് വേണമെങ്കിൽ സെൻറ്ററായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ അലൈൻമെൻ്റ് ഉണ്ട്, ഉണ്ടോ, ഇവിടെ അലൈൻമെൻറ്റ് ഉണ്ടോ. നമുക്ക് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ നടുഭാഗത്തായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. കേട്ടോ, അപ്പോൾ നമ്മൾ നല്ല ടെക്സ്റ്റ് നല്ല രീതിക്ക് ആഡ് ചെയ്തു. കണ്ടോ, ANTARES ടെക് ബൈക്ക്ലൈൻ. അപ്പോൾ ഇത്തരത്തിൽ ഇത് നെയിം ആഡ് ചെയ്തിട്ട് ഇവിടെ വേറെ ടെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ റൈറ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനുള്ള ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അൺഡു ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ മുകളിൽ ഇവിടെ അൺഡു എന്ന് പറയുന്നൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അൺഡു ചെയ്യണമെങ്കിൽ അൺഡു ചെയ്യാനായിട്ട് സാധിക്കണ്ടോ. അൺഡു ചെയ്ത കാര്യം അതുപോലെ തന്നെ റീഡു ചെയ്യണമെങ്കിൽ റീഡു ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചാനലിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാം. നമുക്കതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റി നോക്കാം. കണ്ടോ, ഫോണ്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ സൈസ് കൂട്ടാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് വെറുതെ ഈ ഒരു കഴ്സർ ഇങ്ങനെ വലുതാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഫോണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇവിടെ
കാണാനായിട്ട് കഴിയും. ഇവിടെ ഫോണ്ടിൻ്റെ നമുക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റാൻ പറ്റില്ലെങ്കിൽ പ്ലസ് ബട്ടൺ ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടോ സൈസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ലോഗോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം ട്രാൻസ്പാരൻസി, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള തംബ്നെയിലാണ് ആവശ്യമെങ്കിൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആക്കാനുള്ള ഓപ്ഷനാണ് ഈ ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പാരൻസി കൂട്ടാനും കുറക്കാനായിട്ട് സാധിക്കേണ്ട. ഇമേജിൻ്റെ ട്രാൻസ്പാരൻസി, ഇപ്പോൾ നിങ്ങളുടെ ഇമേജിൻ്റെ ട്രാൻസ്പാരൻസി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ട്രാൻസ്പാരൻസി കണ്ടില്ലേ, മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് എത്രത്തോളം വേണമെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആക്കാം. അതുപോലെ തന്നെ എനിമേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ എനിമേഷൻസ് ആഡ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിമേഷൻ്റെ അതൊരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എനിമേഷൻ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ലോഗോ, എൻ്റെ ചാനലിൻ്റെ ലോഗോ ആണ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഏതോ ലോഗോ ആണ്. അപ്പോൾ ഞാൻ ആ ലോഗോ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ചാനലിൻ്റെ ലോഗോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ചാനൽ ലോഗോ. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ലോഗോ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് പൊക്കത്തേക്കാക്കി വെക്കുക. കണ്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോയും ആഡ് ചെയ്തു, അതുപോലെ തന്നെ ടെക്സ്റ്റും ആഡ് ചെയ്തു. കണ്ടോ. അപ്പോൾ ഇത്രയും മനോഹരമായ രീതിയിൽ എൻ്റെ അരിസ്റ്റെക് ബൈക്ക് ലൈന് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേറെ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എലമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു ഈ ഒരു സർക്കിളിനുള്ളിൽ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു എലമെൻറ്റ് ഇവിടെ ആഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ഇത് സർക്കിളാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു എം ടി ഇമേജാണ്. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇമേജസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഫോണിൻ്റെ ഒരു ഇമേജ് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കണ്ടോ, ഫോണിൻ്റെ ഇമേജ്. അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഇമേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇതുപോലെ തന്നെ ഇടാനായിട്ട് സാധിക്കും. അതാണ് ഈ എലമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള എലമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ സർക്കിളാണ് ഉപയോഗിച്ചത്. അതുകൂടാതെ തന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ഫ്രെയിംസ്. ഒത്തിരി ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിംസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇമേജസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുകയാണ്. ഒരു എലമെൻറ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്തിട്ട് അവിടെ എനിക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കണ്ടില്ലേ. അപ്പോൾ താഴെ ഒരു ഇമേജ് വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. കേട്ടോ. ഇഷ്ടമുള്ള ഇമേജ് നമുക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഭംഗിയായിട്ട് നമുക്ക് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നമുക്ക് ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു തംബ്നെയിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഓൺലൈനിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഇതൊക്കെ നമുക്ക് ഇവിടെ എനിക്ക് ഇത് സംഭവം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഉണ്ടോ. നമുക്ക് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഉണ്ടോ. അവിടെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഉണ്ടോ. വളരെ ഭംഗിയായിട്ട് ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഗ്ലോസി ആയിട്ടുള്ള കുറേ സ്പെല്ലിങ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കാണിക്കുന്നില്ല. അതല്ല സാധാ ടെക്സ്റ്റ് ആണെങ്കിൽ മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധാ ടെക്സ്റ്റ്, ബോൾഡ് ആയിട്ടുള്ളതും അല്ലാത്തതും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാനുവലി നേരത്തെ കാണിച്ചതുപോലെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്താലും മതി. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനിവിടെ ടെക്സ്റ്റ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്, ആഡ് ന്യൂ കളർ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കളർ കോമ്പിനേഷൻ ഒരുപാടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് കണ്ടോ. നമ്മൾ ആ കളർ മാറ്റുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് പ്രീവ്യൂവിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ.
അപ്പോൾ ഞാനത് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ അൺഡു ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇവിടെ സ്റ്റൈൽസ് ഉണ്ട്. സ്റ്റൈൽസ് മാറ്റുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, അങ്ങനെ ഇമോജീസ് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തംബ്നെയിൽസാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തംബ്നെയിലാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇത് സേവ് ചെയ്ത് വെക്കാനായിട്ട് ഇവിടെ ഇഷ്ടമുള്ള പേര് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. മൈ ചാനൽ എന്ന് പറഞ്ഞൊരു പേര്, ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ANTARES ടെക് എന്ന് പറഞ്ഞ ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. അതുപോലെ നമുക്കിവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു തംബ്നെയിൽ നമുക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വേണമെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഇവിടെ മോർ ഓപ്ഷൻസ് ഉണ്ട്. എന്താ ഫേസ്ബുക്ക് കാർഡ്, ഒരുപാട് കാർഡ്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഫയൽസ് ഉണ്ട്, റീസൈസ് ചെയ്യണമെങ്കിൽ അത് പെയ്ഡ് സംഭവമാണ്. പിന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഇവിടെ ഡൗൺലോഡ്സ് വന്ന് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലുള്ള ഇമേജാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. PNG ആണോ, അല്ലെങ്കിൽ JPG ആണോ, അല്ലെങ്കിൽ PDF രൂപത്തിലാണോ, SVG രൂപത്തിലാണോ. SVG എനിക്കൊന്ന് പെയ്ഡാണ്. പിന്നെ MP4 വീഡിയോ അല്ലെങ്കിൽ GIF, അങ്ങനെ ഒരുപാട് ഫോർമാറ്റ്സിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ PNG ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഇതെല്ലാം ഫ്രീ ഒരു സംഭവമാണ്. നമുക്ക് വാട്ടർ മാർക്കൊന്നും ഇതിൽ ഉണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ ഈ ഒരു ക്യാൻവാസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഡൗൺലോഡ് റെഡിയായി കിട്ടും. ഉണ്ടോ, നമുക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? വളരെ മനോഹരമായ രീതിയിൽ ഇത് മിനിമൈസ് ചെയ്തിട്ട് കാണിക്കാം. ഉണ്ടോ, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത തംബ്നെയിൽ. വളരെ മനോഹരമായ രീതിയിൽ നല്ല HD ക്വാളിറ്റിയിലുള്ള, കണ്ടില്ലേ, സൂം ചെയ്ത് കാണിക്കാം, HD ക്വാളിറ്റിയിലുള്ള തംബ്നെയിലാണ് ഇതുകൊണ്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻവാസ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയുടെ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ധാരാളം, നേരത്തെ ആദ്യമേ ഞാൻ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഫേസ്ബുക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തംബ്നെയിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്ത് ക്രിയേറ്റ് ചെയ്താലും ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും ഫസ്റ്റ് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ടോ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാനായിട്ടോ അനിമേഷൻ ആഡ് ചെയ്യാനായിട്ടോ സാധിക്കും. അതുപോലെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ ഉണ്ടാവും. പിന്നെ ബിസിനസ് ലെറ്റേഴ്സ്, അതെല്ലാം സെയിം ഫോർമാറ്റിൽ തന്നെയാണ്. സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ക്യാൻവാസ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ക്യാൻവാസിൻ്റെ സൈറ്റ് എന്ത് വന്നാലും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഉപകാരപ്രദമായൊരു ഇതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ലോഗോസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ലോഗോ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് യൂട്യൂബ് ചാനൽ ലോഗോസ് എന്ന് പറഞ്ഞത് ഉണ്ട്. ഇഷ്ടംപോലെ ലോഗോസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഫേവറേറ്റിലേക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോഗോസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്കിവിടെ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫേവറേറ്റിലേക്ക് പോകാനായിട്ട് ഇവിടെ ഹോമിലേക്ക് പോവുക, ഓൾ യുവർ ഫോൾഡേഴ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ ലൈക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും, അപ്പോൾ അതെടുക്കുക. അപ്പോൾ നിങ്ങൾ ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റ്സുകളും ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. ഇതൊക്കെ ഞാൻ ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ പിന്നീട് എപ്പോഴെങ്കിലും കയറി വന്നിട്ട് ഇതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ പറയാനായിട്ടുള്ളത്. ചില ടെംപ്ലേറ്റ്സ് ഒക്കെ പെയ്ഡ് ആയിരിക്കും. അതൊഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അധികം സമയം എടുക്കാതെ തന്നെ നമുക്ക് വീഡിയോയുടെ തംബ്നെയിൽസ് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനേക്കാൾ ക്യാൻവാസ് അല്ലാതെ തന്നെ വേറെ ഒത്തിരി ഓൺലൈൻ സൈറ്റുകളുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ നല്ല സൈറ്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ അവർക്ക് നന്ദി, ബൈ.